ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു അവധീൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ കുട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി കിടക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ എണീക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീവായതുകൊണ്ട് പിന്നെ ആർക്കും എവിടെയും പോകണ്ടല്ലോ. രാത്രി നമ്മളൊരു മൂവിയൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടാണ്. ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടാണ് കേട്ടോ. നമ്മൾ പാൽപുട്ട് ഉണ്ടാക്കൂലേ, ഏകദേശം ആ ഒരു മോഡലിലുള്ള ഒരു സിമ്പിൾ വേർഷനാണ് കേട്ടോ. മീനുകുട്ടിക്കാണെങ്കിൽ ഇന്നലത്തെ ചപ്പാത്തിയും പരിപ്പ് കറിയുണ്ട്, അപ്പോൾ അവൾക്കത് മതി എന്ന് പറഞ്ഞു കേട്ടോ. ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഒന്ന് നൈസായിട്ട് മടക്കി അങ്ങ് എടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവസാനം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒരു 1.5 ചപ്പാത്തി കഴിപ്പിച്ചിട്ടുണ്ട്. നന്ദു ആണെങ്കിൽ ആ പുട്ടിൽ കുറച്ച് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങനെ വെറുതെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സമയം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് പുട്ടുപൊടി ഉണ്ടായിരുന്നേ, അതപ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോവാന്നേ. പിന്നെ നമുക്ക് നാളെയോ മറ്റോ വേണമെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കള മൊത്തം പുട്ടുപൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കുവേ. എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ പുട്ടുപൊടി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടും കൊണ്ട് പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഇതുണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇനി ലഞ്ചിൻ്റെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. അവധി ദിവസങ്ങളിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാത്രി കിടക്കാനും ലേറ്റ് ആവും, രാവിലെ എണീക്കാനും ഒക്കെ ലേറ്റ് ആവുമേ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കേണ്ട സമയത്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. ലഞ്ചാണെങ്കിൽ ഡിന്നറിന് വന്നു കേട്ടോ കഴിക്കുക. അതുകൊണ്ട് കുറച്ച് ലാഭമുണ്ടോ അല്ലേ, 2 നേരത്തെ ഭക്ഷണമല്ലേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. ഞാനിതാ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങയുടെ ചെറിയ പൊടിയോ അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു കെറ്റിലുണ്ടല്ലോ, അത് ഒരു തവണ സുനിയേട്ടന് ഓഫീസിൽ നിന്ന് എന്തോ ദീപാവലിക്കോ അങ്ങനെ എന്തിനോ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ കെറ്റിലൊന്നും ഇല്ലല്ലോ അല്ലേ, ഇപ്പം മുഴുവനും സ്റ്റീലായിട്ടുള്ള കെറ്റിലല്ലേ വരുന്നത്. ഇതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്, പുറത്ത് മാത്രമേ ഇങ്ങനെ പ്ലാസ്റ്റിക് ഉള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ലേ, വളരെ കുറവാണ് കേട്ടോ ഇതൊക്കെ ഉപയോഗിക്കൽ. ഒരു ദിവസത്തിൽ ഒരു തവണ ഇതൊക്കെ എടുത്ത് വെച്ച് ഞാനൊന്ന് തുടക്കും കേട്ടോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ തുടക്കുവാണെങ്കിൽ പിന്നെ രാത്രി തുടക്കണ്ടല്ലോ. ചിലപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രി ആയിരിക്കും കേട്ടോ തുടക്കുന്നത്. ഇങ്ങനെ എന്നും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ആ 2 ഭരണികളിൽ ഒന്നിൽ കല്ലുപ്പും ഒന്നിൽ സാധാ നമ്മുടെ പൊടിയുപ്പുമാണ്. ഞാനാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടിയുപ്പാണ് എടുക്കുക. പുട്ടുണ്ടാക്കുമ്പോൾ എടുത്തതിൽ കുറച്ച് തേങ്ങ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ അടച്ച് വെക്കുവാന്നേ. ഗ്യാസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയതൊക്കെ ഇൻഡക്ഷനിലാണേ. ഇനിയിപ്പോൾ ആ ഒരു ജനലിൻ്റെ ആ ഒരു ഭാഗം കൂടി തുടച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ക്ലീനായി കേട്ടോ. അപ്പോഴേക്കും സമയം ഏകദേശം 12:45 മീനുക്കുട്ടീൻ്റെ ഇന്നലെ രാത്രിയത്തെ പണിയായിരുന്നു കേട്ടോ ഇത്. സ്കൂളിലൊരു റോൾ പ്ലേ ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ മീനുക്കുട്ടി അതിൽ റോയൽ ഷെഫാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷെഫ്മാരൊക്കെ വെക്കുന്ന പോലെയുള്ള ഒരു തൊപ്പി വേണം എന്ന് പറഞ്ഞിട്ട് ആൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. 1-2 എടുത്ത് ഒട്ടിക്കാനൊക്കെ ഉള്ളത് ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ബാക്കിയൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ, അടിപൊളിയാണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ റോൾ പ്ലേന് ഞാൻ ആക്കിയ ഒരു ഷെഫിൻ്റെ ഒരു ക്യാപ്പാണ്. സ്കൂളിലേക്കല്ലേ? ഇന്നേക്ക് വേണ്ടിയിട്ടായിരുന്നു ആക്കിയത്, പക്ഷേ ഇന്ന് ലീവായി പോയി അല്ലേ. ഇനിയിപ്പോൾ മൺഡേ ഉണ്ടാവും അല്ലേ റോൾ പ്ലേ. ഇപ്പോൾ 3 ദിവസം നമുക്ക് ലീവ് കിട്ടി. ഞാൻ ഇന്നലെ തന്നെ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഫുൾ റിലാക്സ് ആണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇന്നലെ രാത്രി തന്നെ എല്ലാം ചെയ്ത്, ഞാനൊന്നും ചെയ്യാൻ ബാക്കി. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ, അടിപൊളിയായിട്ടുണ്ടേ ടാപ്പ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീനുവിൻ്റെ അടുത്ത പരിപാടി മൈലാഞ്ചി വെക്കലായിരുന്നു കേട്ടോ. നമ്മൾ ഈ ട്യൂബിൽ വാങ്ങാൻ കിട്ടുമല്ലോ മെഹന്തി, അത് വെച്ചതാണ്. അവൾക്കാണെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഡിസൈനിലൊക്കെ മെഹന്തി ഇടാൻ വേണ്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് മെനക്കെടാറില്ല കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു, അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, ഒന്ന് അക്ഷയ സെൻറ്ററിലൊക്കെ പോകാനുണ്ട് കേട്ടോ. പിന്നെ വേഗം മീനുട്ടിക്ക് തലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ ആളെന്നെ സ്വന്തം തേക്കൊക്കെ ചെയ്യും, എന്നാലും എല്ലായിടത്തൊന്നും ആവൂലേ. അതുകൊണ്ട് കുറച്ച് ഞാൻ തേച്ച് തരാമെന്ന് പറഞ്ഞ് ആളോട് മുടിയൊക്കെ ഒന്ന് പിന്നിട്ടതൊക്കെ അഴിച്ചിടുമെന്ന് പറഞ്ഞ് അതൊക്കെ അഴിച്ചിടുന്നുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ തേക്കുക.
വീട്ടിൽ നിന്ന് അമ്മയാണ് കേട്ടോ കാച്ചി തരൽ. അങ്ങനെ മീനൂട്ടി ഇതാ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വെളിച്ചെണ്ണ ഇതാ ഇതുപോലൊരു ഹാൻഡ് വാഷിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലോ അങ്ങനെയൊക്കെ ആണ് കേട്ടോ ആക്കി വെക്കാറ്. ഇങ്ങനത്തെ ബോട്ടിലാക്കി വെക്കുമ്പോൾ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നല്ല ഈസിയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരികയില്ല, ആവശ്യത്തിന് മാത്രം എടുക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ എത്രയോ നാളായിട്ട് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ വെളിച്ചെണ്ണ ആക്കി വെക്കൽ. മീനും ആണെങ്കിൽ നന്ദുവിൻ്റെ ടീഷർട്ടാണ് കേട്ടോ എടുത്ത് ഇട്ടിട്ടുള്ളത്. അർജൻറ്റീനേൻ്റെ ടീഷർട്ട് വേണം എന്നും പറഞ്ഞിട്ട് ആൾ നന്ദുവിൻ്റെ ടീഷർട്ട് എടുത്തിട്ടതാണ്. അവൾക്കാണെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. കൈ നമ്മളിങ്ങനെ മറ്റുള്ളവർ നമ്മുടെ തലയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമല്ലേ. അപ്പോൾ അവൾക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തലയിലധികം വെളിച്ചെണ്ണ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. പണ്ട് എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നേ. അമ്മ വെളിച്ചെണ്ണ തേച്ച് തരുന്ന സമയത്തൊക്കെ വെളിച്ചെണ്ണ തലയിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരുമാതിരി തീരെ ഇഷ്ടാവില്ല കേട്ടോ. ഇപ്പോഴും അതൊക്കെ ചില സമയത്ത് അമ്മ ഇങ്ങനെ പറയുവേ. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുളിക്കൂല കേട്ടോ. കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമേ കുളിക്കുള്ളൂ. എന്നാൽ വെളിച്ചെണ്ണയൊക്കെ തലയിലൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-10 മിനിറ്റ് ടി വി ഒക്കെ കണ്ട് എന്നാൽ ആ വെളിച്ചെണ്ണയൊക്കെ തലയിൽ നല്ലോണം പിടിക്കുമല്ലോ, പിന്നെയാണ് കേട്ടോ കുളി. അങ്ങനെ മീനുക്കുട്ടീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മളിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോകാൻ വേണ്ടി പുറത്ത് പോകാനുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നന്ദൂട്ടനും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് ക്യാമറ കാണുമ്പോൾ തന്നെ ആൾ ഓടിപ്പോകും, അങ്ങനത്തെ ഒരാളാണ്. ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ചക്കരക്കല്ലിലേക്ക് പോവാണ്. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ദൂരം. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. അങ്ങനെ നമ്മൾ അക്ഷയയിലൊക്കെ പോയി അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും ഒരു തവണയും കൂടി വരേണ്ടി വരുവേ. പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ട്. നന്ദുവിനാണെങ്കിൽ ടെൻഡർ കോക്കനട്ട് ഷേക്ക് മതി എന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മീനുക്കുട്ടി ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചു. ഞാനൊരു പിസ്ത ഐസ്ക്രീമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ അത് കഴിച്ചില്ല കേട്ടോ, എനിക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നി. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം വേഗം ബസ് കയറി വന്നിറങ്ങി ഇതാ വീട്ടിലേക്ക് നടക്കുവന്നേ. ഞാൻ വീഡിയോ എടുക്കുന്നത് നന്ദു അറിഞ്ഞില്ല കേട്ടോ, ഇല്ലെങ്കിൽ ആളെപ്പോഴേ ഓടിയിട്ടുണ്ടാവും എന്നറിയോ. ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കുമ്പോൾ ആൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ആളുടെ മുഖം കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു നാണോ മടിയോ ഒക്കെയാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള തോടാണ് കേട്ടോ ഇത്. ഞാനപ്പോൾ മഴ പെയ്ത സമയത്ത് അതിലെ വെള്ളമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഷോർട്സിൽ. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ വെള്ളം. മഴയൊക്കെ കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളവും കുറയുന്നുണ്ടായിരുന്നു കേട്ടോ. മീനും ആണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നാലോ കാല് വെള്ളത്തിലിട്ട് കളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പാലം നമ്മളെ വീട്ടിലേക്കുള്ളതാണ്. പിന്നെ ഇതാ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കാനൊരു പ്രത്യേക രസമാണല്ലേ. എപ്പോഴും കേൾക്കുന്ന നമുക്കൊന്നും പിന്നെ അത്ര വലിയൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേഗം വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. വയറാണെങ്കിൽ വിശന്ന് സുന്ദരകാണ്ഡം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതായാലും വിളക്ക് കത്തിക്കാനൊക്കെ ആയല്ലോ, അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഒരു 6:40 ആയപ്പോൾ ഇതാ അമ്മ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ വിളക്ക് കത്തിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് അധികം അങ്ങനെ നോക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ സ്ഥിരം ഇതൊട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് അമ്മ തന്നെയാണ് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചപ്പോൾ വിചാരിച്ചു വേഗം തന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്നേ. അപ്പോൾ മീനൂട്ടി പറഞ്ഞു എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചേ. ചായ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ഭയങ്കര കടുപ്പുള്ള ചായയൊന്നും വേണ്ട കേട്ടോ. ആൾക്ക് പാലും വെള്ളത്തിൻ്റെ ആ ഒരു കളറ് മാറിക്കിട്ടി ആൾക്ക് ചായയായേ. അങ്ങനെ ഇതാ ചായ വേഗം ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്ദൂട്ടനാണെങ്കിൽ ലെമൺ ടീ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചേ. ആൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ ലെമൺ ടീ കുടിക്കൽ. അങ്ങനെ ലെമൺ ടീക്കുള്ള വെള്ളം അവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇതാ ലെമൺ ടീയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ അവൻ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചേ. നാരങ്ങനെ ആവുന്നത്ര ഞെക്കിപ്പിഴിഞ്ഞ് അതിനെ കൊല്ലാക്കൊല നടത്തുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ലെമൺ ടീയും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ചോറ് കഴിക്കാൻ നോക്കാം അല്ലേ. അങ്ങനെ ചോറുണ്ണാനുള്ള പ്ലേറ്റൊക്കെ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനും മീനൂട്ടി മാത്രമേ ഇപ്പോൾ ഉണ്ണുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നന്ദുവിന് ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് ആളപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എനിക്കും മീനൂട്ടിക്കും വേണ്ടിയുള്ള ചോറ് വിളമ്പി എടുക്കലാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ എല്ലാം എടുത്തു തരുന്നത് മീനൂട്ടിയാണ്. അവൾക്കാണെങ്കിൽ അത്ര വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. എന്നാലും ഞാൻ പറഞ്ഞതുകൊണ്ട് കഴിയുന്ന പോലെ എടുത്തു തരാമെന്ന് വിചാരിച്ച് എടുത്തു തരുന്നതാണ്. കൂട്ടാനാണെങ്കിൽ ഇന്നത്തേതൊരു തട്ടിക്കൂട്ട് കൂട്ടാനാണ്. എന്താണെന്ന് വെച്ചാൽ പോണ്ട തിരക്കായതുകൊണ്ട് വേഗം ആവുന്നൊരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പും മത്തനും കൂടിയുള്ള എലിശ്ശേരി പോലെ വെച്ചതാണ്. കൂട്ടാൻ്റെ ആ ഒരു അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഒരു തേങ്ങ വറുത്തിട്ടതിൻ്റെയും ആ ഒരു മണമൊക്കെ വരുമ്പോൾ തന്നെ വിശപ്പ് ഇരട്ടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉപ്പേരി എന്ന് വെച്ചാൽ കൊത്തമരിയും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരിയാണ്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടാൻ വേണ്ടിയിട്ട്.
ഉപ്പേരി കുറച്ച് അധികം എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ കുറച്ച് അച്ചാറും കൂടി എടുക്കുന്നുണ്ട്. മാങ്ങയച്ചാറാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മാങ്ങയച്ചാറാണ്. പിന്നെ ഉള്ളത് മോര് കാച്ചിയതാണ് കേട്ടോ. ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അത് ഞാനപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം വിളമ്പിയെടുത്ത് ഞാനിത് ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. മോര് കാച്ചിയത് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഞാനും മീനുട്ടിയും കൂടി ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാന്ന്. മീനുട്ടിക്കാണെങ്കിൽ വാരി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് കുറച്ച് മടിയാന്ന് കേട്ടോ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പായതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ആ കറിയും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഒന്നും പറയാനില്ലേ, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. മീനുകുട്ടിയാണെങ്കിൽ അവളുടെ കറിയിലുള്ള അവൾക്ക് വേണ്ടാത്ത കഷ്ണമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എടുത്ത് എനിക്ക് തരുന്നുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ മത്തനൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യലാണ് കേട്ടോ. കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചപ്പോൾ പിന്നെ തോന്നി കുറച്ച് കാച്ചിയ മോരൊക്കെ കൂട്ടി ഒരു പിടി കൂടി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു കറീൻ്റെ കൂടെ ഈ ഒരു കാച്ചിയ മോരൊക്കെ നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പക്ഷേ മീനൂട്ടിൻ്റെ ഭക്ഷണം അനങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ മീനൂട്ടിക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചേ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും അവിടെ ഇരുന്നാലും അത് കഴിയില്ലാന്ന് തോന്നിയേട്ടാ എനിക്ക്. അങ്ങനെ ഞാൻ വേഗം വാരി കൊടുത്തു. അപ്പോൾ വേഗം വേഗം കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഇപ്പം വരുന്ന ഒരു സ്ഥിരം വരുന്ന ഒരു പൂച്ചയുണ്ട്. കുട്ടാപ്പി എന്നാണ് കേട്ടോ ഞാൻ അതിനിട്ട പേര്. അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കായാലും മീനൂട്ടിക്കായാലും നന്ദുവിനായാലും ഒക്കെ. അങ്ങനെ അതിനെ കണ്ടപ്പോൾ നേരെ അതിൻ്റെ അടുത്തേക്ക് ഓടി. പിന്നെ വയലേത് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു ചോറ് വാങ്ങി. അങ്ങനെ കുറച്ച് കഴിച്ചു. പിന്നെ അവൾക്ക് മതിയായി കേട്ടോ. പിന്നെ ഞാനും അങ്ങനെ നിർബന്ധിച്ചില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, അടുക്കളയൊക്കെ അടച്ചു പൂട്ടിയിട്ടാ. പിന്നെ നമ്മൾ കുറച്ച് നേരം സിനിമ കാണാമെന്ന് വിചാരിച്ചേ. കണ്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ അഭിലാഷം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. അങ്ങനെ ഭയങ്കര നല്ല സിനിമ എന്നൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ ടൈം പാസിന് കാണാം, അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.